നമ്മളൊരു സ്ഥലം വരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മുടെ ജേർണി എൻ്റർടൈൻമെൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ Q&A ചെയ്യാമെന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഏത് Q&A ആണെന്ന്. ഏകദേശം 1 കൊല്ലത്തിന് മുന്നാടി ഞാൻ പോട്ട Q&A. അപ്പോൾ അത് ഇപ്പോഴാണ് അഖിലേട്ടന് സമയം കിട്ടിയിരിക്കുന്നത്. സോ നമ്മളിപ്പോൾ Q&A ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. നമുക്ക് സൗണ്ട് ഉണ്ടോ എന്ന് നോക്കട്ടെ. ഫസ്റ്റ് അത് തന്നെ കാണുന്നുണ്ടോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് അനന്യ പ്രസാദ് 1043 ആണ്. ആളിപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ടോ എന്ന് പോലും അറിയില്ല. ഏകദേശം ഇത് 1 വർഷത്തിന് മുന്നിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചേച്ചി ചേട്ടാ എനിക്ക് നിങ്ങളെ നല്ല ഇഷ്ടമാണ്. 2 പേരോടുമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, വി ലവ് യു ടു അനന്യ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബിഗ്ഗസ്റ്റ് ഡ്രീം. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും ആക്ച്വലി ഒരു ഡ്രീം ഉണ്ട്, പക്ഷെ അത് നമ്മളത് പറയൂല. സോ ചുമ്മാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എൻ്റെന്ന് പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഉള്ള ബിഗ്ഗസ്റ്റ് ഡ്രീം ഒന്നും ഞാനങ്ങനെ പറയാറില്ല. നടന്ന ശേഷം അങ്ങനെ എനിക്ക് പറയാൻ ഇഷ്ടമല്ല കേട്ടോ ഡ്രീം. ഇനി അഖിലേട്ടൻ പറയാം, അഖിലേട്ടൻ്റെ ബിഗ്ഗസ്റ്റ് ഡ്രീം. വെറുതെ ഇരിക്കുക, സമാധാനമായിട്ടിരിക്കുക. അങ്ങനെ വിചാരിക്കും ഇപ്പൊ സമാധാനം ഇല്ല വിചാരിക്കട്ടെ. ജോലിക്കൊന്നും പോവാതെ. ഇത് കുടുംബപരമായുള്ള അതല്ല കേട്ടോ സമാധാനം. ഇത് അഖിലേട്ടൻ വർക്കിംഗ് ഓൾ ദ ടൈം, വർക്കിംഗ്. സോ ഈ വർക്ക് ചെയ്യുന്ന നിർത്തിയിട്ട് ഒരു കമ്പനിയൊക്കെ തുടങ്ങി. അഖിലേട്ടൻ ഇങ്ങനെ ജോലി എടുക്കാൻ വയ്യ, മടിയനായ പുത്രനാണ്, അത്രേ ഉള്ളൂ. അതാണ് ഡ്രീം, മടിയനായിട്ടിരിക്കുക. സെക്കൻഡ് വൺ, 2 പേരുടെയും പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് പറയാം. ആക്ച്വലി അഖിലേട്ടൻ്റെ ഞാൻ പറയാവേ. ഫസ്റ്റ്, അഖിലേട്ടന് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കാം പേഴ്സൺ ആണ്. സിറ്റുവേഷൻസ് ഒക്കെ വളരെ കൂളായിട്ട് ഹാൻഡിൽ ചെയ്യും. അതുപോലെ പെട്ടെന്ന് പ്രതികരിക്കില്ല, ഭയങ്കര കൂളായിട്ട് നിൽക്കും. അതന്നെയാണ് നെഗറ്റീവായിട്ടും വരിക. ചില സന്ദർഭങ്ങളിൽ പ്രതികരിക്കണമല്ലോ, അപ്പോൾ അവിടെ പ്രതികരിക്കില്ല, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. നല്ല കുട്ടിയാണ്. പോസിറ്റീവ്സ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്സ് ഇതന്നെ ഞാൻ പറയാം. പോസിറ്റീവ് തന്നെയാണ് നെഗറ്റീവ്. ഇനി അത് ഞാൻ ഇങ്ങനെ തിരിച്ച് ചോദിക്കാം. പറ, എൻ്റെ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ്. പോസിറ്റീവ് നല്ല ഞാൻ ആലോചിച്ചു. ഒന്നും പറയാനില്ല. പോസിറ്റീവ് എല്ലാം പോസിറ്റീവ്സ് അല്ലേ. അവന്റെ കല്യാണം കഴിച്ച് അല്ലേ. അപ്പോ നെഗറ്റീവ്സ് ഉണ്ട്. പക്ഷെ ആ നെഗറ്റീവ്സിന് നമ്മൾ എന്ത് ചെയ്യാറില്ല. നെഗറ്റീവ് ആയിട്ട് പറയാൻ മാത്രമൊന്നുമില്ല. അപ്പം ഞാനൊരു പോസിറ്റീവ് കുടമാണ്. സോ കുടത്തുനിന്ന് കുറച്ചതാണ് പോസിറ്റീവ്, മനസ്സിലായി. ഇനി അടുത്തത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. ഞാൻ BCom ഡിഗ്രി കംപ്ലീറ്റഡ്, അത്രേ ഉള്ളൂ. ഹയർ എഡ്യൂക്കേഷൻ പോയില്ല. പാഷൻ കം പ്രൊഫഷൻ. ഞാൻ BTech കംപ്ലീറ്റഡ്. BTech സബ്ജക്റ്റും അഖിലേട്ടൻ BTech പഠിച്ചു, എഞ്ചിനീയർ ഒക്കെ ആണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ഫിസിക്സ് ടീച്ചറാണ് കേട്ടോ. അടുത്തത് ബിഗ്ഗസ്റ്റ് ഫിയർ. എനിക്ക് അങ്ങനെ ഞാൻ ഒന്നിനെ എനിക്ക് അങ്ങനെ പേടിയില്ല. പക്ഷെ അങ്ങനെ ഫിയർ പറയുമ്പോൾ ഒരുപാട് ഹൈറ്റ്സ് താഴോട്ട് നോക്കുമ്പോൾ ഒരു പേടി ഉണ്ടാവും. പിന്നെ നല്ല ഇരുട്ട്, അത് എനിക്ക് പേടിയാണ്. അല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി അഖിലേട്ടൻ്റെ. എനിക്ക് അങ്ങനെ പേടിയെന്ന് പറയാൻ പടക്കം, വെടിക്കെട്ട്. അതെ, പടക്കം 1 കിലോമീറ്റർ പൊട്ടിക്കുകയാണെങ്കിൽ അഖിലേട്ടൻ വീട്ടിന്റെ ഉള്ളിൽ വാതിലടച്ചിരിക്കും കേട്ടോ. അത് പേടിയാണ്. ഇനി അടുത്തത് ഫ്രീ ടൈം എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യാറുള്ളത്. ഞങ്ങൾ 2 പേരുമാണ് പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അഥവാ ഫ്രീ ടൈം എനിക്ക് കിട്ടി പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ചെയ്യും. അഖിലേട്ടൻ അതെ, അഖിലേട്ടന്റെ ഫേവറേറ്റ് ഹോബിയാണ് ഉറങ്ങുക. 24 മണിക്കൂർ ഫ്രീ ആയി കിട്ടിയ 24 മണിക്കൂർ ഉറങ്ങുക കേട്ടോ. ഇനി അടുത്തത്, ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ ഇനി പോകാൻ ആഗ്രഹിക്കുന്ന പ്ലേസ്. അപ്പം ഞങ്ങൾക്ക് 2 പേർക്കും അങ്ങനെ ട്രാവൽ ചെയ്യാൻ അധികം ഇഷ്ടമല്ല. പക്ഷെ ഞങ്ങളിപ്പോൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വീഡിയോ എടുക്കുന്നത് അല്ലേ. അങ്ങനെയല്ല, നമുക്കിങ്ങനെ ഒരു ദിവസം പോയി തിരിച്ചു വരിക, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് അങ്ങനെ പോയി നിന്ന് നമുക്ക് വീട് വേഗം എത്തണം 2 പേർക്കും. അതെന്താണെന്ന് അറിയില്ല.
സോ ഇനി ആഗ്രഹിക്കുന്ന പ്ലേസ് കുറേ ഉണ്ട്. അത് ഞാൻ പറഞ്ഞു. ഞങ്ങൾ ഗോവയ്ക്ക് പോയി ഓൾറെഡി. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് എവിടെയാണ് നമ്മൾ പറഞ്ഞത്? അയ്യോ, ലക്ഷദ്വീപ് ഉണ്ട്. അതല്ല, തഞ്ചാവൂർ. അതെ, തഞ്ചാവൂർ പോകണമെന്നുണ്ട്. അങ്ങനെയുള്ള പോവുക, അങ്ങനത്തെ ഒരു ട്രഡീഷണൽ പ്ലേസ്, പിന്നെ അങ്ങനെയൊക്കെ കുറച്ച് ഇഷ്ടം. അതെ, പിന്നെ അങ്ങനെ ട്രാവൽ ചെയ്യണം അങ്ങനെ ആഗ്രഹമുള്ള ആൾക്കാരും അല്ല. അതാണ് അത്. എനിക്കിങ്ങനെ എന്തെങ്കിലും ഡാൻസ് ഒക്കെ കളിച്ചിരിക്കണം, അഖിലേട്ടന് ഇങ്ങനെ ഉറങ്ങണം, അത്രയൊക്കെ ഉള്ളു. ഇങ്ങനെ എന്തോ എനിക്ക് വേറൊരു അവിടെ പോയി അധികം എന്താ പറയാ ട്രാവൽ ചെയ്യുമ്പോ എന്തോ. പക്ഷെ ഞങ്ങളിപ്പോ ട്രാവൽ ചെയ്യണ്ട അങ്ങനെയല്ല. എങ്ങനെയാ മനസ്സിലായി? അതെ. ഓക്കെ, അപ്പൊ അത്രയാണ് ചോദിച്ചത് അനന്യ. ഇനി നെക്സ്റ്റ് വൺ വന്നിട്ട് നില ഹായ് ആണ് ചോദിച്ചേക്കുന്നത്. ഹായ് നില, വർണ്ണയുടെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ ആണ്. എൻ്റെ പേഴ്സണാണോ ചോദിക്കുന്നത്? ഇൻസ്പിറേഷൻ പറഞ്ഞാൽ എൻ്റെ ഇൻസ്പിറേഷൻ പേഴ്സൺ ആവാം, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്പിറേഷൻ പറഞ്ഞാൽ ഞാൻ എല്ലാത്തിനും ഗ്രേറ്റ്ഫുൾ ആണ്. നമ്മുടെ ലൈഫിൽ എന്തൊക്കെ വന്നോ അതിനൊക്കെ ഗ്രേറ്റ്ഫുൾ ആണ്, എന്തെന്നെ സംഭവിച്ചാലും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വിചാരിച്ച് ദൈവം നമുക്ക് ഓരോ കാര്യങ്ങൾ നീട്ടിത്തരും. സോ അതൊക്കെ ചെയ്ത് എനിക്ക് തന്നെ ഇൻസ്പിറേഷൻ ആണ് ആക്ച്വലി. സോ അങ്ങനെ ഉള്ളൂ. പ്രത്യേകിച്ച് ഒരു പേഴ്സൺ ആയിട്ട് ഇൻസ്പിറേഷൻ അങ്ങനെ എനിക്ക് ആരുമില്ല. ഞാൻ തന്നെയാണ് എൻ്റെ വലിയ ഇൻസ്പിറേഷൻ. അടുത്തത്, വേർ ഈസ് യുവർ ഹാപ്പി പ്ലേസ്? സോ കല്യാണത്തിന് മുമ്പ് വരെ അച്ഛൻ്റെ അമ്മയുടെ കൂടെയാണ് ഏറ്റവും ഹാപ്പി പ്ലേസ്. ഇപ്പോൾ ദിസ് ഈസ് മൈ ഹാപ്പി പ്ലേസ്. അടുത്തത്, ഞാൻ വിചാരിച്ചു വണ്ടി ആക്സിഡന്റ്. ഇനി അടുത്തത്, ഇനി എപ്പോഴാ UK പോകുന്നേന്നുള്ളത്. കൈ കടന്നു. UK അടുത്തൊന്നും പോകാൻ വേണ്ടി പ്ലാൻ ഇല്ല. അവിടുത്തെ ഞാൻ ലാസ്റ്റ് ടൈം പോയിട്ട് അവിടുത്തെ ഹെൽത്ത് കെയറുമായിട്ടുള്ള ഒരു ഇടപെടലിൽ അവിടെ പോകേണ്ട ഒരു ആഗ്രഹം തന്നെ അവിടെ പോയതിൻ്റെ ഞാൻ ആക്ച്വലി UK പോയിട്ട് സ്പോൺസർഷിപ്പിലാണ് പോയത്. അവിടെ ഫുള്ള് പ്രീമിയത്തിൽ അടിച്ച് പൊളിച്ച് 2 കൊല്ലം അടിച്ച് പൊളിച്ചിട്ടുണ്ട്. സോ നമ്മൾ അവിടുത്തെ ഒക്കെ കണ്ടു ഏകദേശം മെയിൻ ആയിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ടൊക്കെ. പിന്നെ എനിക്കെന്ന് പറഞ്ഞാൽ ഇപ്പം അറ്റ് ദ മൊമെന്റ് പോകാൻ വേണ്ടി താല്പര്യമില്ല. അതെ, വേറൊരു രാജ്യമാണ് ഉദ്ദേശിക്കുന്നത്. ഏത് രാജ്യമാണെന്ന് ഞങ്ങൾക്കും അറിയില്ല. അടുത്തത്, വർണ്ണയുടെ കുക്കിങ്ങിൽ അഖിലേട്ടന് ഏറ്റവും ഇഷ്ടമായ റെസിപ്പി? ചായ. ആർക്കും ഉണ്ടാക്കാൻ പറ്റാത്തൊരു ഡിഷാണ് ചായ. അതാണ് അഖിലേട്ടന് പ്രത്യേക ചായ. കണ്ടോ, അതെ, താങ്ക്സ്. വർണ്ണയുടെ ഭയങ്കര ഫാനാണ് ഞാൻ. താങ്ക് യു നില. ദേവ്ജിത്ത് എന്നാണ്. ഞാൻ കുറേ കമൻറ്റ്സ് ആളുടെ കണ്ടിട്ടുണ്ട്. സെയിം, വാട്ട്സ് യുവർ ബിഗ് ഡ്രീം എന്നാണ്. ആക്ച്വലി ഞാനത് ആൻസർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ കുറേ കമൻറ്റ് ശ്രദ്ധിക്കാറുണ്ട്. താങ്ക് യു ഫോർ ക്വസ്റ്റ്യനിങ് ആൻഡ് താങ്ക് യു ഫോർ കമൻറ്റിങ് ഓൺ മൈ വീഡിയോസ്. നെക്സ്റ്റ് വൺ ലാസ്റ്റ് ഞാൻ പറയുള്ളൂ. നോക്കിയ ക്വസ്റ്റ്യൻ നമ്മൾ ലാസ്റ്റ് പറയും കേട്ടോ. ഇനി അടുത്തത്, അർച്ചന മോഹൻ 2945 ആണ്. മാരേജിന് ടോട്ടലി റെഡി ആയിരുന്നു. ഇതെല്ലാവരും എന്നോട് ചോദിക്കാം, വാട്ട് ഈസ് യുവർ കൺസെപ്റ്റ് അബൌട്ട് യുവർ പാർട്ട്ണർ? എൻ്റെ കൺസെപ്റ്റ് അബൌട്ട് യുവർ പാർട്ട്ണറാണ് ഇവിടെ ഇരിക്കുന്നത്. ഞാൻ എന്താണോ കൺസെപ്റ്റ് അതല്ലേ, അതാണ് ഇവിടെ ഇരിക്കുന്നത്. അഖിലേട്ടനെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതാണ് എൻ്റെ കൺസെപ്റ്റ്. അതിപ്പോൾ വീഡിയോയിൽ കാണാത്ത കുറേ അധികം നമ്മൾ പറയാത്ത നമ്മുടെ പേഴ്സണൽ ലൈഫുണ്ട്. സോ അതിൽ ഞാൻ എന്താണോ വിചാരിച്ചത് അത് തന്നെയാണ് എൻ്റെ അടുത്തിരിക്കുന്നത്. ഇനി അടുത്തത്, മാരേജിന് ടോട്ടലി റെഡിയായിരുന്നു. അത് ഞാൻ റെഡിയായിട്ട് ഞാൻ എൻ്റെ അച്ഛനും അമ്മയോടും പറയുകയാണ് ഉണ്ടായത് എനിക്ക് കല്യാണം കഴിക്കണം എന്ന്. അങ്ങനെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. അതെ, അങ്ങനെ തന്നെ ഞാൻ പറയുക ചെയ്തത്. അവരിപ്പോൾ വേണോ എന്നാണ് ചോദിച്ചത്. പറഞ്ഞു ഞാൻ സാരില്ല കല്യാണം കഴിക്കാം. അങ്ങനെയാണ് കല്യാണം കഴിച്ചത്. ഇനി അടുത്തത്, അനു ആണ്. ഹായ് വർണ്ണ, വീഡിയോസ് കാണാറുണ്ട്, ഒരുപാട് ഇഷ്ടമാണ്. കൽപ്പാത്തി എന്ന് കേട്ടാൽ വർണ്ണയെ ഓർമ്മ വരും. താങ്ക് യുടാ, വീഡിയോസ് എല്ലാം ഇഷ്ടമാണ്. താങ്ക് യു. എപ്പോഴാണ് പല്ലിന് ക്ലിപ്പ് ഇട്ടത്? ഫോട്ടോയിൽ കണ്ടു. ഞാനൊരു 5th മുതൽ +1 വരെയൊക്കെ പല്ലിൽ കമ്പി ഇട്ടിട്ടുണ്ട്. ഏകദേശം ഒരു 5-6 വർഷത്തോളം ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിന് മുമ്പ് മറ്റേ പ്ലെയിൻ കമ്പി ഇട്ടിട്ടുണ്ട്. 8 വർഷത്തോളമൊക്കെ പല്ലിൽ കമ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് ആനാണ്. ടിപ്സ് ഫോർ സച്ച് എ കാം ആൻഡ് പീസ്ഫുൾ ലൈഫ്. അത് എന്നോട് തന്നെ ചോദിക്കണം. ഇടയിലിടയിൽ കൈവേദനിക്കുമ്പോൾ ഞാനിങ്ങനെ റെസ്റ്റ് എടുക്കുന്നുണ്ട് കേട്ടോ. കാം ആൻഡ് പീസ്ഫുൾ ലൈഫ്
നമ്മൾ കാം ആൻഡ് പീസ്ഫുൾ ലൈഫ് എന്താ പറഞ്ഞു കൊടുക്കുക ഒന്ന് ഫിസിക്സ് ടീച്ചർ പറഞ്ഞു കൊടുക്കും. എന്ത് കാം ആൻഡ് പീസ്ഫുൾ ലൈഫ് ടിപ്സ്? നാളെ കുറിച്ച് ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക, ലീവ് ഇൻ ദ പ്രസന്റ്. അതെ, അതേ എനിക്കും പറയാനുള്ളൂ. എൻ്റെ അടുത്ത് ചോദിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുക, അതിപ്പോ എന്തെന്നെ ആയിക്കോട്ടെ. അതെ, നമ്മുടെ കംഫർട്ടബിൾ നോക്കുക, വേറെ ആർക്കും വേണ്ടി ജീവിക്കാതെ നമ്മൾ നമുക്ക് വേണ്ടി തന്നെ ജീവിക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, ഞങ്ങളുടെ അടുത്തത് മുഹമ്മദ് ആണ്. ഞങ്ങളുടെ സാർ എങ്ങനെയാ ഫിസിക്സ് പഠിപ്പിക്കുന്നുണ്ടോ വീട്ടിൽ? ഇല്ല, ഞാൻ സാറിനെ ഭരതനാട്യമാണ് പഠിപ്പിക്കാറ്, സാർ ഫിസിക്സ് പഠിപ്പിച്ചു തരാറില്ല. അടുത്തത് സിന്ധു മനോജാണ് ചോദിച്ചേക്കുന്നത്. നിങ്ങൾ രണ്ടാളും പോകാൻ ഇഷ്ടപ്പെടുന്ന ഇന്റർനാഷണൽ ട്രിപ്പ് പ്ലേസ് ഏതാണ്? അത് ആക്ച്വലി സസ്പെൻസ് ആണ്, നമുക്ക് തന്നെ അറിയില്ല. അതെ, എല്ലാ രാജ്യങ്ങളും പോകണം എന്നാണ്. പോയിട്ട് അന്ന് തന്നെ വരുവാണെങ്കിൽ കുറച്ചും കൂടി ഹാപ്പി, അതുകൊണ്ടാണ് ഞങ്ങൾ പോവാത്തെ. ഇനി അടുത്തത്, ഇന്നത്തെ കാലത്ത് നല്ലൊരു, ഈ ക്വസ്റ്റ്യൻ ഞാൻ അന്ന് തന്നെ വായിച്ചിരുന്നു കേട്ടോ. ഇന്നത്തെ കാലത്ത് ഓൾഡ് ഏജ് ഹോംസ് കൂടുതലല്ലേ? മക്കൾ അടുത്ത് നോക്കാനില്ലാത്തവർക്ക് അതൊരു ഷെൽട്ടർ തന്നെ. ബട്ട് മക്കൾ അടുത്തുണ്ടായിട്ടും നോക്കാതെ പാരൻസിനെ ഒഴിവാക്കുന്നതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം പറയണേ മക്കളെ. ആക്ച്വലി ഞാനും അഖിലേട്ടനും രണ്ടാളും നമ്മൾ പാരൻസിൻ്റെ കൂടെ തന്നെയാണ്, രണ്ടുപേരും. അതെ, സോ നമ്മൾ രണ്ടുപേരും അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്കത് ഇതിനെങ്ങനെ ആൻസർ ചെയ്യാന്നറിയില്ല. പക്ഷേ അച്ഛനെയും അമ്മേനെയും നോക്കാതെ മക്കളിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവർ ചെയ്ത പാപത്തിന് അവരനുഭവിക്കും, ഉറപ്പായിട്ട് അനുഭവിക്കും. ഇന്നല്ലെങ്കിൽ ഒരിക്കൽ, അതായത് ഇപ്പോൾ അച്ഛനെയും അമ്മ അവർ മറന്നു പോവുക ഒരു 20 വർഷം വരെയെങ്കിലും, അല്ലെങ്കിൽ ഒരു 10 വർഷമെങ്കിലും അച്ഛനും അമ്മയും മക്കളെ നോക്കിയിട്ടുണ്ടാവും. അതുപോലെ അച്ഛനെയും അമ്മേനെയും 10 വർഷം മക്കൾക്ക് നോക്കാൻ പറ്റാത്ത മക്കളുണ്ട്. അവർക്ക് ഉള്ളത് എന്ന് പറഞ്ഞാൽ അവരങ്ങനെ ചെയ്തോട്ടെ, അവർക്കുള്ള കർമ്മഫലം അവർ ഭൂമിയിൽ തന്നെ തീർത്തിട്ട് മാത്രമേ പരലോകത്തെത്തത്തുള്ളൂ. കുറച്ച് ഹാർഡായിപ്പോയി, പക്ഷെ അവർക്കുള്ളത് അനുഭവിക്കുന്ന മാത്രമാണ് പറയാനുള്ളത്. അടുത്തത് നേഹയാണ് ചോദിച്ചേക്കുന്നത്. ഹൗ ഈസ് യുവർ വർക്ക് ഗോയിങ്? യെസ്, അതിങ്ങനെ പോകുന്നുണ്ട്, കുഴപ്പമില്ലാതെയൊക്കെ പോകുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ഹാപ്പിനെസ് ലോഡിംഗ് എന്നുള്ള ഒരാളാണ്. യൂട്യൂബ് അല്ലാതെ വേറെ എന്തെങ്കിലും ജോബ് ഉണ്ടോ വർണ്ണയ്ക്ക്? വീഡിയോസ് എല്ലാം കാണാറുണ്ട്, സൂപ്പറാണ്, ഫ്രം പാലക്കാട് വടക്കന്തറ. ഓക്കെ, എനിക്ക് യൂട്യൂബ് അല്ലാതെ ജോലിയുണ്ട്. ഞാൻ ഒന്നാമത് ഡാൻസ് ടീച്ചറാണ്. ഞാൻ ഡാൻസ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നത് അബ്രോഡുള്ളൊരു സ്കൂളിലോട്ട് വേണ്ടിയിട്ടാണ്. അത് കൂടാതെ ഞാൻ വർക്ക് ഫ്രം ഹോം അങ്ങനെ ചെയ്യാറുണ്ട് ഒരു കമ്പനിയിൽ, അതും അബ്രോഡുള്ളതാണ്. തൽക്കാലം ഇപ്പം അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ചെറിയൊരു ബിസിനസ് ഉണ്ട് എനിക്ക്, ജ്വല്ലറി ബിസിനസ്. സോ അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ഷബ്രി രാമാണ് ഒരു ഓക്കെ അയച്ചിട്ടുണ്ട്. സോ ഓക്കെ പറഞ്ഞല്ലോ. ഇനി അടുത്തത് രോഹിത് ചന്ദ്രനാണ്. എന്താണ് സൗന്ദര്യത്തിൻ്റെ രഹസ്യം? അത് രഹസ്യമാണ്, ഞാൻ പരസ്യമാക്കാൻ ആഗ്രഹിക്കുന്നില്ല. അടുത്തത് സൗമ്യ 449 ആണ്. ഹായ്, ഐ ആം ഫ്രം പാലക്കാട്. കോമഡി റീൽസൊക്കെ ഇനിയും ചെയ്യണം രണ്ടാളും. ദാറ്റ് ഓർ ദിസ് വീഡിയോ ചെയ്യാമോ? രണ്ടാളും ചെയ്യാമോ? അതെ, ചെയ്യാമെന്ന് പറയണം. അഖിലേട്ടൻ വരണമല്ലോ, നിങ്ങൾ തന്നെ ആലോചിക്കണം. ഈ Q&A ചെയ്യാൻ 1 വർഷം എടുത്തു. അപ്പോൾ ദാറ്റ് ഓർ ദിസ് വീഡിയോ അടുത്ത കൊല്ലം ഈ സമയം പ്രതീക്ഷിക്കാം. അടുത്തത് നമ്മളടുത്ത് ചാർലറ്റയാണ് ചോദിച്ചേക്കുന്നത്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു. അടുത്തത് ഡാൻസ് അക്കാദമി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ? യെസ്, നമ്മൾ ഇപ്പോഴല്ല, ബട്ട് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് ആക്ച്വലി എനിക്ക്. അടുത്തത്, ഹൂ ഈസ് യുവർ ഫേവറേറ്റ് യൂട്യൂബർ? എൻ്റെ ഫേവറേറ്റ് യൂട്യൂബർ വന്നിട്ട് സൗഭാഗ്യ വെങ്കടേഷ്. എനിക്ക് ആളുടെ വീഡിയോസ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ രണ്ടാമത്തത് ഞാൻ കാണുന്നത് സഞ്ജു ലക്ഷ്മിയുടെ വീഡിയോസ് കാണും. പിന്നെ ഞാൻ കാണുക അരുണിമ ബാക്ക് പാക്കർ, ആളുടെ ട്രാവലിംഗ് വ്ളോഗ്സൊക്കെ എനിക്കിഷ്ടമാണ്. ഇതാണ് ഞാൻ മോസ്റ്റ്ലി. പിന്നെയൊക്കെ തമിഴിൽ ഞാൻ കാണും, റാം വിത്ത് ജാനു, അങ്ങനെ ഒരു ചാനൽ കാണും, അത്രേ ഉള്ളൂ. പിന്നെയൊന്നും ഞാൻ അങ്ങനെ യൂട്യൂബിൽ ആരുടെയും അങ്ങനെ അധികം കാണാറില്ല. പിന്നെ ഷോർട്ട് വീഡിയോസൊക്കെ ഇപ്പോൾ വരുന്നതൊക്കെ എല്ലാവരുടെയും കാണും കേട്ടോ. അടുത്തത് രേവതി രവീന്ദ്രനാണ്. സെയിം ജോബ് ആൻഡ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. അടുത്തത് അനിത CP. വർണ്ണ, ഹൗ ആർ യു? എനിക്ക് രണ്ടുപേരെയും വളരെ ഇഷ്ടമാണ്. ഞങ്ങൾക്കും അനിത ചേച്ചിയെ ഒരുപാട് ഇഷ്ടമാണ്. അടുത്തത്
ഹാപ്പി ആണ് അത്. ഓക്കെ, അത് ഒരു ലാസ്റ്റ് പറയാൻ വെച്ച ക്വസ്റ്റ്യൻ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദക്ഷിൺ RV വ്ളോഗ് എന്ന് പറഞ്ഞൊരു പേരിലാണ്. സുന്ദരി കുട്ടിക്ക് സുഖമാണോ? എനിക്ക് അതേ ചോദിക്കാനുള്ളൂ. യെസ്, എനിക്ക് സുഖമാണ്. അവിടെ സുഖമാണോ എന്ന് പറയണേ. അടുത്തത് മോസ്റ്റ്ലി എല്ലാവരും ചോദിക്കുന്നതാണ് ബേബി പ്ലാനിങ്. യെസ്, ഓഫ് കോഴ്സ്, കല്യാണം കഴിഞ്ഞാൽ എല്ലാവരും ആദ്യം ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. പിറ്റേ ദിവസം എൻ്റെ അടുത്ത് ഒരാഴ്ചയിൽ ഓരോരുത്തർ ചോദിച്ചിട്ടുണ്ട് ബേബി പ്ലാനിങ് എന്നുള്ളത്. ആക്ച്വലി ദാറ്റ് ഈസ് നേച്ചർ. നമുക്കത് സമയമാകുമ്പോൾ അറിയിക്കും. അതെ, അത്രേ ഉള്ളൂ. നമുക്ക് അതിൽ വലിയ ആൻസേഴ്സ് ഒന്നും പറയാൻ വേണ്ടിയിട്ടില്ല. പിന്നെ അടുത്തതാണ് എന്തുകൊണ്ടാണ് നമ്മളെ രണ്ടുപേരെയും അങ്ങനെ അധികം കാണാത്തത് എന്നുള്ളത്. അഖിലേട്ടൻ വളർന്നു കേരളത്തിലെ തന്നെ ഒരു ഒന്നാമത് എൻട്രൻസ് ഫിസിക്സ് ആവാൻ വേണ്ടി പ്രയത്നിച്ചു കൊണ്ടിരിക്കുകയാണ്. ബിസിയാണ്, എവറി ടൈം ബിസിയാണ്. അതൊന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം വന്നിട്ട് അഖിലേട്ടൻ ചിലപ്പോൾ വീഡിയോ എടുക്കുന്ന, ചിലപ്പോൾ അഖിലേട്ടൻ അങ്ങനെ വീഡിയോയിൽ വരാനൊന്നും ഇഷ്ടമല്ല, ഭയങ്കര ഷൈ ആണ്. സോ അതുകൊണ്ട് ചിലപ്പോൾ കാണില്ല. അതൊക്കെ അത്രേ ഉള്ളൂ കേട്ടോ, സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. അല്ലാതെ ഞങ്ങൾ തമ്മിൽ എന്താ പറയുക തല്ലി പിരിഞ്ഞ് നമ്മൾ അങ്ങനെയൊന്നുമല്ല. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ വീട്ടിലല്ലേ, അപ്പോൾ മോസ്റ്റ്ലി വീഡിയോസൊക്കെ കാണുമ്പോൾ ആൾക്കാർ നമ്മൾ തല്ലി പിരിഞ്ഞോ എന്നൊക്കെയാണ് ചോദിക്കുക. അതിന് എന്താ പറയാനുള്ളത്? നീ നിന്റെ വീട്ടിലല്ലേ നിൽക്കുന്നത്, അതിനിപ്പോ എന്താ? അതെ, കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവിടെ പൂർണ്ണമായിട്ട് ഒരു ഭർത്താവിന്റെ വീട്ടിൽ പോയി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. വാട്ട് എ ബ്രില്യന്റ് ഹസ്ബൻഡ് ഈസ് ദിസ്. അത്രേ ഉള്ളൂ കേട്ടോ ഇതിനുള്ള ഒരു ആൻസർ. ഇത് കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നത്. അതൊക്കെ അത്രേ ഉള്ളൂ കേട്ടോ, സിമ്പിളായിട്ട്. നമുക്കൊരു എയിം ഉണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. ആ ഒരു ലക്ഷ്യത്തിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചിലപ്പോൾ ഓരോന്ന് ചെയ്യുന്നുണ്ടാവുക, അല്ലേ? അതെ, എന്താണ് ലക്ഷ്യം ചോദിച്ചാൽ അറിയില്ല. സോ അങ്ങനെ. സോ ഇതാണ് നമ്മുടെ Q&A. സോ ഇത് പോസ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. സോ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ പറയേ. ടാറ്റാ, ബൈ ബൈ.